സാദാത്തുക്കൾ ദുആ ചെയ്ത് പിരിഞ്ഞു പോയതിനു ശേഷം നിന്റെ വീട്ടുകൂടൽ പരിപാടിയില്ലേ? ആ വീട്ടുകൂടുന്ന സമയത്ത് നിനക്കൊറ്റക്ക് പോകാൻ പറ്റുന്നില്ല. നീ അതാ നിന്റെ കൂട്ടുകാരെ കൂട്ടിയിട്ട് നീ വീട്ടുകൂടാൻ വേണ്ടി പോകുന്നില്ലേ? അവിടെ വെച്ചതാ ഒരുപാട് ഹറാമായ പാട്ടുകൾ പാടിയിട്ട് അതേ പട്ടാക്കി പോലത്തെ സാധനങ്ങൾ പൊട്ടിച്ചിട്ട് സുബ്ഹാനല്ലാഹ് അല്ലാഹു പൊരുത്തപ്പെടാത്തത് നീ അവിടെ ചെയ്തില്ലടോ. നിന്റെ ആ മംഗലത്തിന്റെ സദസ്സില് നിന്റെ കൂറത്തെ തങ്ങളല്ല, കുമ്പോല് തങ്ങളല്ല, ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ദുആ ചെയ്താലും നിന്റെ കല്യാണത്തിൽ അല്ലാഹ് ബറക്കത്ത് ചെയ്യൂല കേട്ടോ. നിന്റെ ദാമ്പത്യ ജീവിതത്തിൽ അല്ലാഹ് ബറക്കത്ത് ചെയ്യൂല. നിനക്ക് ജനിക്കുന്ന മക്കളുണ്ടല്ലോ സാലിഹീങ്ങളാകൂല. നിന്നെ ദുനിയാവിലും ആഖിറത്തിലും നിന്നെ പരാജയപ്പെടുത്തുന്ന മക്കളല്ലാതെ നിന്റെ കല്യാണത്തിൽ ജനിക്കൂല. നീ അല്ലാഹനെ മറന്നതാണടോ. നീ വീട്ടുകൂടാൻ പോകുമ്പോ നിന്റെ കൂട്ടുകാരെ കൂട്ടാൻ ലോകത്തെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞോ, സാലിഹീങ്ങൾ പഠിപ്പിച്ചോ, മഹാന്മാര് പഠിപ്പിച്ചോ. കല്യാണത്തിന്റെ ദിവസം പോലും നിന്റെ ജീവിതത്തിൽ നീ ഒരു മഹത്തായ കാര്യത്തിന് കാലെടുത്ത് വെക്കുമ്പോ അന്നും നീ ഹറാം ചെയ്തില്ലടോ. ഇസ്ലാം അത് പൊറുക്കുമോ? അല്ലാഹ് പൊറുക്കുമോ? ആ മുസ്ലിമീങ്ങള് പോലും നാണിക്കുന്ന രീതിയിൽ നിന്റെ കല്യാണമാക്കി നീ മാറ്റിയില്ലടോ. നീ കെട്ടാൻ പോകുന്ന നിന്റെ പെൺകുട്ടി ഏതോ ഒരു വീഡിയോഗ്രാഫറിന്റെ മുന്നിൽ നിർത്തിയിട്ട് പല കോലത്തിലായി നീ അവളെ ഫോട്ടോ എടുത്തില്ലേ? നീ നിന്റെ ഭാര്യക്ക് മാരിയുമായി ആദ്യ രാത്രിയിൽ ജിമാഅ് ചെയ്യുന്നതിന് മുമ്പ് ഒരു അന്യ പുരുഷനെ കൊണ്ട് നിന്റെ ഭാര്യയെ നീ വ്യഭിചരിപ്പിച്ചില്ലേ? നിനക്ക് നാണമില്ലടോ, നിനക്ക് മര്യാദയില്ലടോ. നിന്റെ ഭാര്യയെ നീയല്ലേ ജിമാഅ് ചെയ്യേണ്ടത്? അവളെ അതേ സൗന്ദര്യം, ആ സൗന്ദര്യം അതെ ആസ്വദിക്കേണ്ടത് നീയല്ലടോ. അതിനു മുമ്പ് ഒരു അന്യപുരുഷനായ അന്യ മതക്കാരനായ ഫോട്ടോഗ്രാഫറെ കൊണ്ട് വ്യഭിചരിപ്പിക്കാൻ പോലെ നീ അതപ്പതിച്ചല്ലോ. നിന്റെ കോലം കണ്ടാൽ, നിന്റെ വേഷം കണ്ടാൽ നീ വലിയ ഒരാളെ പോലെയാ കാണുന്നത്. പക്ഷേ നിന്റെ മതപരമായ ക്വാളിറ്റി എന്താണ്? പല ചെറുപ്പക്കാരും സുബ്ഹാനല്ലാഹ് നിക്കാഹിന്റെ സദസ്സിലിരുന്നിട്ട് നിക്കാഹ് ചൊല്ലിക്കൊടുക്കുമ്പോ ഖബിൽതു മിൻക നിക്കാഹഹാ വതസ്വീജഹാ ബിഹാദൽ മഹ്റിൽ മദ്കൂർ. കേവലം ഒരു വരി മാത്രമാണതുള്ളത്. അതുപോലും ചെറുപ്പക്കാരാ നിനക്ക് മര്യാദക്ക് ചെല്ലാൻ കിട്ടുന്നില്ല. നിന്റെ ക്വാളിറ്റി എന്തടോ? നീ ആദ്യമായി നിന്റെ ഭാര്യയുടെ തലയിൽ കൈവച്ചിട്ട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ജബൽതഹാ അലൈഹി വ നഊദു ബിക മിൻ ശർരിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യയുമായി വീട്ടുകൂടുന്ന സമയത്ത് ഭാര്യയുടെ തലയിൽ കൈവച്ച് പറയാൻ പഠിപ്പിച്ച സുന്നത്ത് നിനക്കറിവടോ? മതപരമായ ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത നീ അന്യ പുരുഷര് നിന്റെ വീട്ടുകൂടാ കയറ്റുന്ന മര്യാദ കെട്ടവനായി പോയോ? ഇയ്യാക്കും വദ്ദുഖൂല. എന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഇയ്യാക്കും വദ്ദുഖൂല അലൻ നിസാ. പെണ്ണുങ്ങളുള്ള സദസ്സിലേക്ക് നിങ്ങൾ പോകല്ല, പോകല്ല,
പോകല്ല. റഹ്മത്തുൽ ആലമീനായ നബി തങ്ങളുടെ അതേ വാക്കാണല്ലേ അത്. ഇയ്യാകും വദ്ദുഖൂല അലന്നിസാ, പെണ്ണുങ്ങളുള്ള ആ പന്തലിലേക്ക് നിങ്ങൾ കടക്കരുത് കേട്ടോ. ഫഖാല റജുലുൻ മിനൽ അൻസാർ, അൻസാരിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ നബി തങ്ങളോട് ചോദിക്കുന്നു,